പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീറ്റിൻ്റെ പരീക്ഷ ഒരുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. അത് ഉടമ്പടി എടുത്ത് ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കണം. കഥായ അവർ പഠിച്ചതെല്ലാം ഓർത്തിരിക്കുവാനും കൃത്യസമയത്ത് അത് പ്രതിഫലിപ്പിക്കുവാനും അവർക്ക് ഓർമ്മശക്തിയുടെ ജ്ഞാനപരം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവെ, എപ്പോഴും പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകൾ, കഴിഞ്ഞുപോയ ഇൻ്റർവ്യൂകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് ആദിയോടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അവരെ സമർപ്പിക്കുന്നു. ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മയുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങളനുസരിച്ചുകൊണ്ട് അവിടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളെ രാത്രിയും പകലും വെയിലിലും മഴയിലും ഒക്കെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത സുവിശേഷ സാക്ഷികൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരെ നീ എല്ലാം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ലാതെ തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാവത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യ കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ ഈ ആഴ്ചയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളം നടക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, അതിൽ ബിസിനസ്സിന് മാന്യമുള്ളവർ, കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡില്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അവരുമുള്ള വിഷമം അനുഭവിക്കുന്നവർ, അതിൻ്റെ പേരും ജപ്തി നടപടി നേരിടുന്നവർ, അതുപോലെ സാമ്പത്തികമേറെ ജീവിക്കാനും മാർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴലുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിലെ ഞാൻ അർപ്പിച്ച 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവർ യാത്ര, ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ, ഇന്ന് ചെയ്യുന്ന യാത്രകൾ, ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ, ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ, ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ, ഇടപെടലുകൾ, അവിടെയെല്ലാം പരിശുദ്ധ ദൈവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ രാത്രി കർത്താവിൽ നിന്ന് മടങ്ങിയെത്തുന്നവരെ, അല്ലെങ്കിൽ നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത്, അവിടെ നീ എത്തുന്ന നിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ. നിൻ്റെ ആശങ്ക സമയത്തും ആസ്വസ്ഥങ്ങളുടെ സമയത്തും ആത്മധൈര്യമായി ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാമേ. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്തവരോട് അച്ഛനെ പറയാനുള്ള ഒരു രഹസ്യമായ ഒരു ആശ്വാസം എന്ന് പറയണത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്ത് നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകണം. നമ്മളത് എന്തുകൊണ്ടാണ് അമ്മ ചെയ്യണത്? നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 Petrus 5:6. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യം ദൈവത്തിൻ്റെയും കൂടി കാര്യമാണ്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. അതുകൊണ്ടാണ് നല്ല സമരക്കാരൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് പറയണില്ലേ, എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ലുക്കാ 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പം ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളില്ലേ, അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സീരിയസാണ്. പരിശുദ്ധമ്മയും ചെയ്യണത് അതാണ്. ആ കാനായിലെ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യമുണ്ട്. എന്താണ്? അവർക്ക് വീഞ്ഞില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 2:3. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെ ലൂക്ക 10:30 ഞാൻ വായിച്ചത്, നല്ല സമരിയക്കാരൻ ആ വഴിവക്കിൽ കള്ളന്മാരാൽ അകപ്പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിവെക്കി കിടക്കുന്ന ആൾക്കാരില്ലേ. എനിക്ക് അവരെ കാണാൻ പോയപ്പോൾ ഈ വിസ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ എന്തുമാത്രം പേര് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഏജൻസി കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ. അത് തന്നെയാണ് വിഷയം. അപ്പോൾ നിങ്ങളോർക്കും വിസ തട്ടിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിള്. അങ്ങനെയല്ല, തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ, എന്തുമാത്രം പേരുണ്ടാകും. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ. അപ്പോഴും നീ അങ്ങനെ തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ വഞ്ചന, ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് ഒരുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പം അവന് കൊടുക്കാനുള്ളതെല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവൻ ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏക്കത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമല്ല വരും. അപ്പം വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ. അതാണ് അവൻ്റെ കാര്യത്തിൽ. ആ നല്ല സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ വഴിയാത്രക്കാരായി വഞ്ചിക്കപ്പെട്ട ആളാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്, അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ജീവിതത്തിൽ പറ്റിപ്പല്ലിപ്പെടും. പക്ഷേ ആ പറ്റിപ്പിൽ പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. എന്താണ്? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ്. അതിനോട് സിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കാനായിലെ കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകൾ, ആ കുടുംബകാര്യത്തെ ദൈവതിരുസിനെ സമർപ്പിച്ചത്. എന്താ കാര്യം? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട്.
നമ്മുടെ സ്കീം എന്ന് പറയുന്നത്, അതാണ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. പഞ്ചായത്തിലൊക്കെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാ പറയണത്, സ്കീമില്ലെന്നാണ് പറയണത്. സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം. അപ്പോൾ ദൈവതിരുസേന സ്കീം ഉള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത്. വീഞ്ഞില്ല, ജോലിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, കിടപ്പാടമില്ല, അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ, അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ കാര്യങ്ങൾ, അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ സ്കീമുണ്ട്. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള മനസ്സാണുള്ളത്. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ്. അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം, ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. എന്ത് 1:10:5-6 അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു, പിന്നെ നീ ഇത് ചുവന്ന് നടക്കരുത്. അത് എനിക്ക് വേണ്ടത് ഉടമ്പടി എടുത്തവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതിന്, കർത്താവേ അങ്ങ് ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് സന്തോഷമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളൂ. അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യുന്നില്ല. എന്താണ് അങ്ങനെ ആ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 10:5-6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ശക്തമായ കരങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈം ഉണ്ടല്ലോ, അത് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ടൈമാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒക്കേഷനിൽ അത് ശരിയായില്ലെങ്കിൽ നീ വിചാരിക്കണം എൻ്റെ സ്യൂട്ടബിൾ ടൈം ഇതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നീ ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം സന്തോഷത്തോടെ. 1 കൊരിന്തോസ് 15:27. 1 കൊരിന്തോസ് 15:27. ദൈവം സമസ്തവും, ഒന്ന് പറഞ്ഞ ദൈവം സമസ്തവും, ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. എന്താ പറയാ? അവ ക്രിസ്തുവിന്റെ പാദത്തിന്റെ കീഴിലാണ്. എന്താണ്? മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും സമസ്തവും എന്നാണ്. അല്ല, കുറച്ച് കാര്യം ക്രിസ്തുവിനും, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വിമാനം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, വിമാനം മേടിക്കാനും പറ്റത്തില്ല. അത് മേടിക്കേണ്ടത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്. നാണയം അടിക്കാൻ പറ്റുമോ? നാണയം അടിക്കാൻ പറ്റില്ല. യുദ്ധോപകരണങ്ങൾ മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് മോഡി പ്രധാനമന്ത്രി മേടിക്കണം. സമസ്തവും അധികാരം ഇവിടെ ഇല്ല. പക്ഷേ ക്രിസ്തു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ സമസ്തവുമാണ്. അതാ 1 കൊരിന്തോസ് 15:27 എന്ന് പറഞ്ഞ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ സബ്ജക്ട് എന്താണ്? ദൈവം സമസ്തവും. പറഞ്ഞേ, അവന്റെ ഈശോയുടെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. സമസ്തം യേശുവിന്റെ നാമത്തിന്റെ കീഴിലാണ്. എങ്ങനെയാണ് ഈ നാമത്തിന് ഇത്രയും പവർഫുൾ ആയിട്ട് വന്നത്? എന്താണ്? ഇനിയുള്ളതെല്ലാം മനുഷ്യർ ഈ ലോകത്തുള്ള എല്ലാം എന്താണ്? ഒരു നാമത്തിന്റെ കീഴിലാണ് അതറിയപ്പെടുന്നത്. ഈ ലോകത്തുള്ള എല്ലാം അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ അറിയപ്പെടുന്നത്, എൻ്റെ പേര് ജോസഫ് എന്ന്, അല്ലേ? ഇതിൻ്റെ പേരെന്താ? മൈക്ക്. ഇതൊരു പേരാണ്. ഇതിൻ്റെ പേരെന്താണ്? പാത്രം, സോസർ, അല്ലേ? എല്ലാത്തിനും ഒരു നാമമുണ്ട്. ഇവിടെ അറിയപ്പെടുന്ന നാമത്തിലാണ്. അപ്പം ചില നാമങ്ങൾക്ക് ഉന്നതമായ നാമത്തിൻ്റെ ശേഷി ഉണ്ടാവും. യേശുവിനെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങളെ എങ്ങനെയാണ് പാദത്തിൻ്റെ കീഴിലായത്? എല്ലാ നാമങ്ങളും, ഇപ്പോൾ ക്യാൻസർ, എബിയോള, എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞ നാമമാണെങ്കിലും യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാണത്. അതെങ്ങനെയാണ് ഈ നാമത്തിൻ്റെ കീഴിലായത്? എങ്ങനെയാണ്? അതിൻ്റെ കാരണം ദൈവപിതാവിനെ യേശു ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തി കൃപയെ ആർജിച്ചെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു, അല്ലേ? ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ്റെ സ്റ്റാറ്റസ് അവൻ കീപ്പ് ചെയ്തില്ല. അപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ലോയികെന്ന് പറയത്തില്ലേ? ആരെങ്കിലും നിങ്ങളെ പ്രാന്തി എന്നൊക്കെ വിളിച്ചാൽ കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആരുടെ പേരിൽ? കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ അച്ഛനായ പിറ്റേ കൊല്ലം ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്കറിയാമായിരുന്നു. കർത്താവ് എങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. എത്രയോ കൊല്ലം മുമ്പ് 87 അവൻ്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അച്ഛനായ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉടുപ്പ് ചേഞ്ച് ചെയ്യാനോട് പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്തു. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അത് ചെയ്യാൻ പോയത്. പക്ഷേ കർത്താവ് എന്നെ ശരി സഹായിച്ചു, എൻ്റെ രൂപതയെ സഹായിച്ചു. എന്നെ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ലേ എനിക്ക് സർവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിപാലനം എപ്പോഴും സഭയിലുണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളിവിടം വരെ എത്തിയത് ശരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവ സമസ്തവും എന്ന് പറയുമ്പോഴേ ഈ ദൈവനാമം
എങ്ങനെയാണ് എല്ലാ നാമങ്ങളും താഴെയായത്. ദൈവനാമത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സുവിശേഷ വില എളുപ്പമാകും. സുവിശേഷ വില എളുപ്പമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചേർത്ത് നൽകണ കേസ് കെട്ടാണേ. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വയറുവേദന മാറണം, കുഞ്ഞുണ്ടാകണം, പറമ്പ് വിൽക്കണമെന്ന് പറഞ്ഞ് ആവലാതിപ്പെട്ട് നിലയും വിളിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ സൈലൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ദൈവരാജ്യ വിശ്വാസ കൈമാറ്റം എങ്ങനെ നടക്കുമെന്ന് നോക്കണം ആദ്യം. അതുകൊണ്ട് പറ്റുമെങ്കിൽ എപ്പോഴും ഒരു വിജയകുമാർ സാർ ഞാനൊക്കെ പുറത്ത് പോകും, എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. പക്ഷേ സാറാണെങ്കിൽ പോക്കറ്റിൽ ഒരു ചെറിയ ബൈബിൾ ഉണ്ടാവും. ഞാൻ പിന്നെ മൊബൈലിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോഴത്ത് വായിക്കാൻ വേണ്ടി മൊബൈലിൽ ബൈബിൾ ഉണ്ടാവും. എല്ലാവരുടെ മൊബൈലിലേക്കും ബൈബിള് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കണം വായിക്കാൻ വേണ്ടി. നിങ്ങൾ മൊബൈൽ എപ്പോഴും എവിടെ ഉണ്ടായാലും ഉണ്ടല്ലോ. അപ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ നൽകുമ്പോൾ പുതിയ സാഹചര്യം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കണം. അപ്പോൾ അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പം ഈ നാമം എങ്ങനെയാണ് ഇത്രയും മഹത്തായ നാമമായത്? ഫിലിപ്പ് 2:6 എടുത്ത്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയിലെ ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈ ഫോർമുലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഇടല്ലേ, അതല്ലേ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഫസ്റ്റ് പ്രൈമറി ഇഫക്റ്റ് എന്താണ്? പിതാവിൻ്റെ നാമം മഹത്വപ്പെടും. എന്താ കാര്യം? പിതാവാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ എന്ന് ആദ്യം പറയും, ആൻഡ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഐ കമാൻഡ് യു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. ഇത്രയേ ഉള്ള സാധനം, സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാക്കൽറ്റി കറക്റ്റായിരിക്കണം, വേറെ പ്രശ്നമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പറയരുത്. അതായത് ഒരു വ്യക്തിക്ക് നല്ല സുവിശേഷത്തിൻ്റെ ഈടുവെപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ല വ്യക്തിയുടെ സമയം മുഴുവൻ വാട്സപ്പ് നോക്കി വല്ല കോമഡിയും കണ്ട് കോമരം തുള്ളി നടക്കുന്ന പാർട്ടി കാണുന്ന പാട്ടിലെല്ലാം വിരുന്നിനും പോയി എല്ലായിടത്തും പോയി നാടകം കണ്ടുകൊണ്ട് സിനിമയും നടന്ന പരിപാടികൾ നടക്കട്ടെ. ഇതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ക്രിസ്തുവിനെ കമ്മിറ്റ് ചെയ്ത് അവൻ്റെ നാമത്തിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ, അവൻ്റെ നാമത്തെ, പിതാവായ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് നമ്മൾ അറിയാതെ പറയണത് എന്താണ്? നീ കർത്താവാണെന്നാണ് പറയണത്. എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ വൈദ്യശാസ്ത്രമല്ല കർത്താവ് എന്നതിൻ്റെ അർത്ഥം. യേശു കർത്താവാണെന്ന് അർത്ഥം കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്കാനിങ് മെഷീനും അല്ല കർത്താവ്, ആരും അല്ല കർത്താവ്. പിന്നെ ആരാണ്? യേശു മാത്രമാണ് കർത്താവ്. യേശു മാത്രം. പല കർത്താക്കന്മാരുണ്ടായ പ്രശ്നമാണത്. നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ പ്രശ്നങ്ങളൊന്നും. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് ലാഗ് ചെയ്ത് പോണത്. വീട്, ജോലി, വിവാഹം, വെളിച്ചം, വെള്ളം, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണും എന്ത് കരഞ്ഞുകൊണ്ടാക്കണില്ലേ? അതുകൊണ്ടാണ് ഈ വിഷയം ലാഗ് ചെയ്യണത്. ഇതിൻ്റെ വിഷയം ക്രിസ്തു കൈമാറ്റമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഹെഡാണല്ലോ, തല അതാണല്ലോ. തലേന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ക്രിസ്തു കൈമാറ്റമാണ് തലേന്ന് പറയുന്നത്, ഉടമ്പടിയുടെ. കാര്യം കൃപ ടാപ്പ് ചെയ്യണത്, കൃപ നമുക്ക് ലഭിക്കണത് ഇതുപോലെ വിശ്വാസ കൈമാറ്റത്തിലൂടെയാണ്. അതാണ് ദൗത്യം. അതാണ് 14:26 നമ്മൾ വായിച്ചത് നടപടി പുസ്തകം. ക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെ ഉള്ള ദൗത്യത്തിന് ആവശ്യമായ കൃപ എന്ന പവർ ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ കൃപ. അപ്പം നിങ്ങളെ, അതല്ലേ ഈശോ പറഞ്ഞത്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതിൽ നിങ്ങളെ കുന്തളിപ്പ് കാണിക്കേണ്ടതാണ്. അതൊന്നും ഇല്ല അന്ന്. അത് വിശ്വാസ കൈമാറ്റത്തിന് സഹായകമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇത് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ സാക്ഷ്യം പറയിപ്പിക്കണത്. നിങ്ങൾക്കൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. സാക്ഷ്യം പറയുകയാണെങ്കിൽ മുങ്ങുന്ന ഒത്തിരി കണ്ടാമൃഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം തിരിച്ചു വരുന്നുണ്ട്. കൊമ്പ് ഒടിഞ്ഞ് തിരിച്ചു വരും. എന്താ കാര്യം? ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണില്ല. അതാണ് പ്രശ്നം.
ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരണത്? സാക്ഷ്യം പറയാൻ അവസരം തരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നോട്ട് ബൈ മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ദൈവത്തിൽ നിന്നാണ്. കാര്യം മെറിറ്റ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. കൃപ കൊണ്ടാണെങ്കിൽ അത് യേശുക്രിസ്തു നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാമത്തെ പിതാവായ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് നമ്മൾ ഏറ്റുപറയണത്. അപ്പോൾ സാക്ഷ്യം പറയുന്നത് നിസ്സാരമല്ല. വല്ല കണ്ടാമൃഗം വല്ലോടത്ത് കിടന്നുണ്ട് സാക്ഷ്യം പറയുന്നതിനെതിരെ സംസാരിച്ച് ഒരു കഥയില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയുന്നവരെ എന്താ ചെയ്യേണ്ടത്? അത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഫിലിപ്പി 2:10-11 ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു കർത്താവാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താണ്? പിതാവിന്റെ നാമം മഹത്വപ്പെടും. ഇപ്പോൾ കർത്താവാണ് നിങ്ങളെ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പിതാവിൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകണത്. അതെന്തിനു വേണ്ടിയാണ്? ഇത് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസം കൈമാറ്റപ്പെടും. അതെന്തുകൊണ്ടാണ്? പിതാവായ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു. കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസം ജനിക്കുന്നു. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 10:17 വയസ്സത്തെ റോമ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം ഒരേ സമയം തന്നെ പ്രഘോഷണമാണ്. അനുഭവാധിഷ്ഠിത പ്രഘോഷണമാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ചുമ്മാ തിയറട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയല്ല. അതിന് ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. തിയറട്ടിക്കലായിട്ടുള്ള പ്രസംഗങ്ങൾ പറഞ്ഞാൽ സൈദ്ധാന്തിക പ്രഘോഷണം എന്ന് പറയാം. സൈദ്ധാന്തിക പ്രബോധനം അതെന്താ തന്നെ ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. അതെന്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോഡക്റ്റാണത്. ബുദ്ധിയുടെ ഒരു ഫുഡാണ് സൈദ്ധാന്തിക പ്രബോധനം എന്ന് പറയുന്നത്. അത് വേണ്ടെന്നല്ല, അത് വേണം, തിയറട്ടിക്കൽ ലെവലാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അടുത്ത ഫാക്കൽറ്റി ഉണ്ട് നമുക്ക്. എന്താണ്? ഹൃദയം, വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവജ്ഞാനമാണ്. അറിവ് മാത്രമല്ല, അപ്ലൈഡ് നോളജ്. ഞാൻ തിയറി എടുത്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴെനിക്ക് യേശു കർത്താവാണെന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് ഹീലിംഗ് ആയി തോന്നി. അപ്പം ഞാൻ 92 വയസ്സുള്ള അപ്പാപ്പൻ എന്താ ചെയ്ത്? അപ്പാപ്പൻ ഇവിടെ വന്നപ്പോൾ അഡ്രിനൽ ഗ്രന്ഥി ഇരിക്കണില്ലേ, അപ്പോൾ അവൻ്റെ പാങ്ക്രിയാസ് ഇരിക്കുന്ന സ്ഥലത്ത് സൈത്തെടുത്തിട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്നില്ലേ? പക്ഷെ പറയണത് ആരാണ്? പറയണത് 4 വയസ്സ് മുതൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതാ വിഷയം. ബന്ധം ഇടയ്ക്ക് പോയിട്ടില്ല. മനസ്സിലായ? കർത്താവ് ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല. അതാ വിഷയം. അത് പ്രശ്നമാണ്. നിങ്ങൾക്കൊരു കാര്യം നടന്നില്ലെന്ന് പറയുമ്പോൾ നീ കളം മാറ്റി ചവിട്ടും. ആ ഉടമ്പടി ശരിയായില്ല, എന്നാൽ പിന്നെ അന്തോണീസിൻ്റെ അടുത്ത് പോയി നൊവേന കൂടിയേക്കാന്ന് പറയും. അവിടെ വെച്ച് എൻ്റെ കാര്യം തീരുമാനമാകും. അവിടെ വിഷയം എന്താണ്? എന്താ കാര്യം? നീ അവൻ പറയണ പോലെ ചെയ്യണേ. അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? പാട്ട് പാടി നടക്കും. നിത്യസഹായ മാതാവ് ആന കൂന എന്നൊക്കെ പറഞ്ഞ് പഠിക്കൊണ്ട് നടക്കും. ആ പാട്ട് പാടിയ തീരത്തില്ല. ചില കാര്യങ്ങൾ പാട്ട് പാടി തീരത്തില്ല. എന്താ കാര്യം? പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യാനാണ്. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും. അല്ല പ്രാർത്ഥനക്കാരായിരിക്കും എന്നല്ലേ, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രഥമ നിലപാട്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടണം. ഹെബ്രായർ 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട്. അപ്പോൾ ഞാൻ നൊവേനയൊന്നും എതിർത്തിട്ടൊന്നുമില്ല. നിങ്ങൾ പറയരുത് അച്ഛൻ നൊവേനക്കെതിരെ സംസാരിച്ചൊന്നും പറയരുത്. ഇല്ല, എതിരില്ല. അത് പ്രഥമ പാഠങ്ങളാണ്. വിശ്വാസത്തിന് പ്രഥമ പാഠങ്ങളുണ്ട്. നമുക്കറിയാമല്ലേ, 4ാം ക്ലാസ് ഉണ്ട്, 10ാം ക്ലാസ് ഉണ്ട്, +2 ഉണ്ട്, പിന്നെ എന്താണ്, ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, PhD ഉണ്ട്. കേട്ടോ, വിശ്വാസത്തിന് പല പല പാഠങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ ഈ പാഠങ്ങളെല്ലാം പഠിച്ച് പിന്നിടേണ്ടതാണ്. അല്ലാതെ 65 വയസ്സായിട്ട് ഇപ്പോഴും പഴയ പാഠം പാടി നടന്നാൽ എങ്ങനെ ശരിയാവും? ശരിയാകത്തില്ല. അതുകൊണ്ട് ഓരോ ദൈവം അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് വെച്ചിട്ടുണ്ട്. നീ ഒരു വിശ്വാസത്തിൻ്റെ പാതയിൽ പോകുകയാണ്. എന്നിട്ട് നീ പറയും ഉടമ്പടി നീ പറയും ഇനി നിനക്ക് U-turn എടുക്കാൻ സമയമായി. എന്താ കാര്യം? ഇനി അവൻ പറയണ പോലെ ചെല്ലുക മാത്രം പോലെ ഇനി ചെയ്യണം. അതാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടു പക്വതയ്ക്ക് വളരുകയാണ്. അവൻ പറയണ പോലെ ചെല്ലുക മാത്രം പോലെ ഇനി എന്താണ് ചെയ്യണം. ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
ചെയ്യേണ്ടത് അവനെ കൈമാറണം. തലയാണ് ആദ്യം വേണ്ടത്. ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. തല പോയാൽ പോയി തന്നെ. ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമുക്ക്. പക്ഷേ തല പോയാൽ പോയതാണ്. തലച്ചോറ് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു തുള്ളി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്രയും സ്ഥലം പാരലൈസ്ഡ് ആവും. വിശ്വാസത്തിൻ്റെ തലയെന്ന് പറയുന്നത് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. അതെപ്പോഴും വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ ആദ്യമേ കയറി വിശ്വാസ കൈമാറ്റത്തിന് കൈ കൊടുത്താൽ പിന്നെ എളുപ്പമാവും. എന്നെ കാണുന്നവരോട്, ഞാൻ സംസാരിക്കുന്നവരോട് എവിടെ ചെന്ന് എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ കൃപാസനം പത്രം എടുത്ത് കൊടുക്കും. എന്തുകൊണ്ടാണ് ദൈവം 18 ഭാഷയിലേക്ക് ഈ പത്രത്തെ വളർത്തിയത്? നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു രാത്രിയും പകലും അമ്മ ഇതിനെ വളർത്തുകയാണ് ശരിക്കും. ഇന്ന് 18 ഭാഷയിലുണ്ട് പത്രം. ഇന്ന് ചിക്കാഗോയിൽ പത്രം അവർ പുതുതായി അവിടെ തന്നെ ഞങ്ങൾ PDF അയച്ചു കൊടുത്തിട്ട് അവർ അവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും ചിക്കാഗോ എഡിഷൻ പത്രം, ഇംഗ്ലീഷ് പത്രം ഇറങ്ങുകയാണ്. അങ്ങനെ ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള വേർഷൻസ് ഇറങ്ങും. എന്താ കാര്യം? അമ്മയുടെ പ്രത്യക്ഷീകരണം, ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. ലോകത്തിൻ്റെ എല്ലാ വശങ്ങളിലും പ്രാർത്ഥന പടയാളികളെ സൃഷ്ടിക്കുകയാണ്. എന്തിനാണ്? ദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവികമായ നടപടിയാണ് ഒരു ഉടമ്പടി സൈന്യത്തെ രൂപീകരിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ഈ 92 വയസ്സുള്ള അപ്പൻ്റെ പാങ്ക്രിയാസിലെ കല്ലുകൾ നിറഞ്ഞ പാങ്ക്രിയാസിലെ ഓപ്പറേഷന് ഇനി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് സുഖപ്പെടാത്ത പാങ്ക്രിയാസിലെ ഓപ്പറേഷൻ നടത്താൻ 92 വയസ്സുകാർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യശാസ്ത്രം റിജക്റ്റ് ചെയ്ത പാങ്ക്രിയാസിലെ എന്താ ചെയ്യണത്? സൈറ്റ് പൂശിട്ട് പറയും, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. അപ്പോൾ നാമമാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ നാമം ഉന്നതമായ നാമമാണ്. ഫിലിപ്പിയർ 2:7 അനുസരിച്ച് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ, എൻ്റെ കർത്താവെന്ന് പറയാൻ കഴിയണം. ഞാനൊരിക്കലും നമ്മുടെ കർത്താവെന്ന് ഞാൻ പറയാറില്ല ഒരിക്കലും. പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവെന്ന് പറയത്തുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാം. അതായത് ഞാൻ ഈ 65 കൊല്ലം അല്ലെങ്കിൽ 61 കൊല്ലം 4 വയസ്സിലാണ് എനിക്ക് വിശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഈ 4 വയസ്സിന് തൊട്ട് ഇന്ന് വരെ ഞാൻ അനുഭവിച്ച ഒരു ക്രിസ്തുവുണ്ട്. അതെല്ലാത്തേക്കും ഉന്നതമായൊരു ക്രിസ്തുവാണ്. ആരും എന്നെ പഠിപ്പിച്ച ക്രിസ്തുവല്ല. അനുഭവത്തിലൂടെ ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധമായ അപ്പൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ദൈവത്തെ സഭ എനിക്ക് താത്വികമായി പഠിപ്പിച്ചു തന്നു. സഭയിൽ പഠിപ്പിച്ചു തന്ന മൊത്തം ഞാൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ക്ലാസ്സിൽ കൃത്യമായിട്ടിരുന്നത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ സഭയും കുടുംബവും കൂടി കൈമാറിയ ക്രിസ്തുവുണ്ട്. അതാണ് എൻ്റെ കർത്താവ്. അതിനെ ഞാൻ ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അഗ്നി പരീക്ഷകളിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശ് ഞാൻ കയ്യിൽ നിന്ന് കളയാതെ ഞാൻ കുരിശ് തീ കടലിൽ നീന്തി കടന്ന ചരിത്രം എനിക്കുണ്ട്. അപ്പോൾ അതങ്ങനെ വരുമ്പോഴാണ് അതിൽ എന്നെ കൂടെ സഹായിച്ച കർത്താവാണ് എൻ്റെ കർത്താവ്. ഇപ്പോൾ സ്പിരിറ്റ് ഓഫ് മേരി എന്ന് പറയത്തില്ല, മറിയത്തിൻ്റെ ആത്മാവ്. മറിയത്തിൽ ഇറങ്ങി വസിച്ച് രക്ഷണകൃത്യം പൂർത്തിയാക്കിയ മറിയത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതാണ് മറിയത്തിൻ്റെ ആത്മാവ്. ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്, കർത്താവിൻ്റെ ആത്മാവുണ്ട്. എവിടെയെല്ലാം വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൗത്യം പൂർത്തിയാക്കുമ്പോൾ അത് അവരുടെ പേരിൽ അറിയപ്പെടും. അതുപോലെ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ കർത്താവിന് സുവിശേഷമാകാനും സുവിശേഷമേകാനും വേണ്ടി കടന്നുപോയ അഗ്നിപരീക്ഷ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നേറിയ സാക്ഷ്യം വഹിച്ചുള്ള കാര്യം ആണ്. അത് പ്രഖ്യാപിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെ എന്താണ്? സഭയാണ് എനിക്ക് പൗരോഹിത്യം നൽകുക. സഭയെ ഞാൻ അനുസ്മരിക്കും. എന്താ കാര്യം? സഭയിലെ പേര് ഞാനില്ല. കാര്യം എന്താണ്? സഭയാണ് എനിക്ക് പട്ടം നൽകിയത്. കർത്താവിൻ്റെ അഭിഷേകം നൽകിയ കാര്യം അപ്പോസ്തലികമായ അഭിഷേകം സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സഭ എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയിലുണ്ടായിട്ട് ഞാൻ സഭയെ വിമർശിക്കാത്തതിൻ്റെ കാരണം എന്താ? സഭയെ വിമർശിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് എന്നോട് മനുഷ്യർ വന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സഭയ്ക്കെതിരെ ഒരിക്കലും സംസാരിക്കത്തില്ല. എന്താ കാര്യം? സഭയെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്നതാണ് സഭ. നമ്മൾ സഭയെ സംസാരിച്ചെതിരെ ഒരു പോറൽ വന്നാൽ പിന്നെ അത് നികർത്താൻ നമുക്ക് പറ്റത്തില്ല. ഗർഭിണികളുടെ ശരീരത്തിൽ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അമ്മയുടെ വയറിലൊക്കെ അമ്മേ ഈ വയറെന്ന് കുഞ്ഞുവാവ് എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചാൽ പിള്ളേർ മാന്തത്തില്ല. അപ്പോൾ പിള്ളേരെ മാറ്റി നിർത്തും. ഇതാ കാര്യം? പിള്ളേരുടെ കൈ നഖം വയറെ കൊണ്ടുകഴിഞ്ഞാൽ പാട് കിടക്കൂടാ. അതുപോലെ സഭയെ നമ്മൾ വിമർശിച്ചാൽ നമുക്കുമായിട്ട് പിന്നെ അത് ആ പാടായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹിച്ച് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? സഭയ്ക്ക് ആവശ്യമായത് വിശ്വാസികളുടെ സഹന പ്രാർത്ഥനകളുണ്ട്. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കും. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സത്യവും നീതിയും പെരുമാറണം. അതിൻ്റെ അകത്ത് ഒരു ഭാഗമായിട്ട് ആരും ഞാൻ തിരിക്കത്തില്ല. ഞാൻ തിരിക്കണത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടണം. എല്ലാവരും കർത്താവിൻ്റെ കൃപയിലും ദൈവസ്നേഹത്തിലും നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ സഹിച്ച് പ്രാർത്ഥിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതാ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെന്താ പറഞ്ഞത്? സഭയുടെ അധികാരത്തിൽ. പിന്നെന്താണ്? കുരിശിൻ്റെ അടയാളത്തിൽ. ദൈവത്തിൻ്റെ ശക്തി. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയല്ലേ? ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ. കുരിശിൻ്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ വിജയചിഹ്നമാണ് കുരിശ്.
കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി കൃപയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പം ആ സൗഖ്യം ഈ 92 വയസ്സുകാരൻ അനുഭവിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് സന്തോഷമായിട്ട് നടന്നു പോകുമ്പോൾ ആരാണ് സാക്ഷ്യം പറയുന്നത്? അദ്ദേഹമല്ലേ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ലേ പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ മാറിയെന്ന് അദ്ദേഹത്തിനാണ്. ഇങ്ങോട്ട് വന്ന ആളല്ല തിരിച്ചു പോണത്. അപ്പോൾ ആരാണ് ആദ്യം സാക്ഷ്യം പറയുന്നത്? വൈദ്യശാസ്ത്രമാണോ അപ്പാപ്പനാണ്? അപ്പാപ്പനാണ്. പിന്നീട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റ കല്ലും കാണാനില്ല. അപ്പോൾ ആ പ്രഥമ സാക്ഷി ആരാണ്? ആ രോഗി അനുഭവിച്ച രോഗിയാണ്. രണ്ടാമത്തെ സാക്ഷിയാണ് ആര്? വൈദ്യശാസ്ത്രം. അപ്പോൾ വൈദ്യശാസ്ത്രമാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അപ്രസക്തനാണെന്നും വിവരമില്ലാത്തവനാണെന്നും ചുമ്മാ വിവരമില്ലാത്തവർ കൊട്ടിക്കൊഴിക്കണതാണത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ വിശ്വാസം സ്വീകരിക്കാനുള്ള കഴിവ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അത് കൊണ്ടുപോയി കുറച്ച് മെഷീൻസിന് കൊടുത്തിട്ട് കാര്യമില്ല. വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് ആ രോഗി വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയത്. അവൻ്റെ വിശ്വാസത്തെയാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്, അല്ല വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിരിക്കണ മെഷീൻസിനല്ല. നീ പറഞ്ഞത് കേട്ടിട്ട് 10 പേര് ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ കാര്യമാണ്. അതൊന്നും നടക്കാതെ ചുമ്മാ വായി തന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവിക നടപടികൾ വിമർശിക്കാൻ പോയാൽ അവർ വിശ്വാസികളല്ല, വിശ്വാസികളെക്കാൾ തരം താഴ്ന്നവരാണ്. ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയുടെ തലയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശ്വാസ കൈമാറ്റമാണ്. ഇതിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? തല എന്താണ്? വിശ്വാസ കൈമാറ്റം. അല്ല നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇങ്ങനെ ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഞാൻ എടുത്ത് വലിച്ച് തെങ്ങമുട്ടത്തിൽ എഴുതിയോ അല്ല എന്ത് ചെയ്യാനാണ് ഈ സാധനത്തിന്? ഇതിനൊന്നും അറിയത്തില്ല. ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയെന്നാണ്. നീ ഒരു പ്രാവശ്യം ചെല്ലിയാൽ മതി, അതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് പറയാൻ? എന്താ രണ്ടാമത്തത്? അവൻ പറയണ പോലെ ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം വിശ്വാസ കൈമാറ്റം നടത്തണം. അതിന് നിനക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ 18 ഭാഷ പത്രമുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം നിങ്ങൾ. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അത് ഹൃദയം എന്താണ്? നിൻ്റെ കാരുണ്യപ്രവൃത്തികളാണ്. കാരുണ്യപ്രവൃത്തികളാണ് നിൻ്റെ ഹൃദയം. ഉടമ്പടിയുടെ തല എന്ന് പറയുന്നത് വിശ്വാസ കൈമാറ്റവും ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയുന്നത് കാരുണ്യപ്രവൃത്തികളുമാണ്. ആ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുമ്പോൾ ജാതിയും മതവും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തി, കാരണം നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തപ്പെട്ടവർക്ക് കൊടുക്കണമല്ല. ഉടമ്പടി ഹൃദയം എന്ന് പറയുന്നത് നീ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തെ മറ്റു മക്കൾക്ക്, ആവശ്യക്കാർക്ക് ജാതി മതം നോക്കാതെ കൈമാറണം. രോഗികൾക്കായാലും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായാലും ആരായാലും. അത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരികിട പരിപാടിയല്ല, നിനക്ക് ചെയ്യാൻ പറ്റും. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരെ സഹായിക്കേണ്ടത്. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് ചെയ്യണം. എന്താ? ദൈവസ്നേഹത്തോടെ ചെയ്യണം. അതാണ് എൻ്റെ ഹൃദയം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവം? പെട്ടെന്നാണ് ഉടമ്പടി പുതുക്കപ്പെടുന്നത്. ഉടമ്പടി കൃപാസനത്തിൽ വന്ന് പുതുക്കുന്നതിനേക്കാൾ ഉപരി നിൻ്റെ ജീവിതം ഉടമ്പടി പ്രകാരമാണെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ദൈവം പുതുക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴതുകൊണ്ട് ഇതിൽ പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്, അതേസമയം തന്നെ പ്രഖ്യാപനങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്ത് ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ നീ നല്ല 90% ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കണം. ആരാണ്? വിശ്വാസം കൈമാറും ദൈവസ്നേഹത്തോടെ വക്താവായിരിക്കണം. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുമ്പോൾ നീ ഒരിക്കലും ചിലപ്പോൾ ആ പേര് കൊണ്ട് തെറ്റിദ്ധരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ വക്താവെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ ഉടമ്പടി സിൽവർ ഗ്രേയിൽ വരുമ്പോൾ നിൻ്റെ വിഷയത്തെക്കാൾ ഉപരി ദൈവമായിരിക്കണം നിൻ്റെ 90% വിഷയം. ഞാൻ പറയും അങ്ങനെയുള്ളവർ നോക്കിയിട്ടാണ് ഇത് ഉടമ്പടി പുതുക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഇന്ദ്രനീലം എന്ന് പറഞ്ഞിട്ട് ഒരു കളർ വരുന്നുണ്ട് ഉടമ്പടിയിൽ. ഇന്ദ്രനീലം എന്ന് വെച്ചാൽ എന്താണത്? അതായത് നമ്മളുടെ നല്ല കടുനീലമില്ലേ, ഈ പുസ്തകമൊക്കെ ഈ നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ വാഗ്ദാന പേടകം മൂടണത് ഇന്ദ്രനീലം കൊണ്ടാണ്, കടുനീലം കൊണ്ടാണ്. അപ്പോൾ കടുനീലം ഒരു കളറിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ അവർക്ക് പുതുക്കി കൊടുക്കും. അവർ കടുനീല കളറിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇന്ദ്രനീലം വാഗ്ദാന പേടകം മൂടുന്ന കളറിലേക്ക് വരും. അത് വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പൂർണ്ണമായിട്ടും കൃപ നിറഞ്ഞവളും അവർ തന്നെ വിശ്വാസ കൈമാറ്റം പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്ന ഒരാൾക്കാരാണ് പുതുക്കി കൊടുക്കുക. അല്ലാതെ ഇപ്പോഴും ആൾക്ക് പെരകടാവിന് കേന്ദ്ര വിദ്യാലയത്തിൽ ഇത് കിട്ടണം, വീട്ടിലെ ഓഹരി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, അവർക്കിത് പുതുക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഉടമ്പടി പുതുക്കി കൊടുക്കൊണ്ടിരിക്കാം. ഏതാണ്? ഈ സിൽവർ ഗ്രേയും പിന്നെയും പുതുക്കി കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ല അച്ഛൻ പറയുന്നത് മുഴുവനും ശരിയാണ്. ഞാനൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പറയത്തില്ല. എല്ലാ വിഷയത്തിൻ്റെ മേലും നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ വളർന്ന് ആദ്യം ദൈവരാജ്യം അതിൻ്റെ നീതിയും നിറവേറ്റാനുള്ള അത്യാവശ്യാഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നടക്കുന്നത് ഈ 6 കാര്യമായിരിക്കത്തില്ല. ഒരു ഒറ്റ ശ്വാസത്തിൽ ഒരു പെങ്കൊച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ 14 സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ 6 കാര്യങ്ങളാണ് നടക്കുന്നത്, 6 ഒന്നുമല്ല. എത്ര വേണമെങ്കിൽ ദൈവം ചെയ്യും. ആദ്യം ദൈവിക കാര്യങ്ങളെ ക്രമീകരിക്കുക.